നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ധർമ്മവരം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടേക്ക് എത്തിയപാട് കാണുന്നതാണ് സിൽക്ക് സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന്, അതായത് സാരികളുടെ ഒരു ലോകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ടൗണിൻ്റെ. ഇവിടുത്തെ ടൗണുകളൊക്കെ തന്നെ ഒരു ഏരിയയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. പിന്നെ ചില ടൗണുകൾ വില്ലേജുകൾ ടൗണുകളായി വന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലെ സാരി ഉണ്ടാക്കുന്നതാണ്. 16ഓളം സാരികളാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3-4 ദിവസം പിടിക്കും ഇതിൻ്റെ പൂർണ്ണ രൂപം എത്താനായിട്ട്. പിന്നീട് ഇത് ഫാക്ടറിയിലേക്ക് അയച്ചിട്ട് പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇവരിതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ വളരെയധികം രസകരമാണ്. ഒരു നൂല് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നീട് ആ നൂലിങ്ങനെ തരംതിരിച്ച് അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അവർ നിരീക്ഷിച്ചിട്ട് അതിൽ നിന്ന് വേർതിരിച്ച് ഒഴിവാക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിങ്ങനെ റോഡ് സൈഡിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് കയറുണ്ടാക്കായിരിക്കും എന്നുള്ളതാണ്. പിന്നീടാണ് അടുത്ത് ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് സാരിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ അതിൻ്റെ ചുറ്റുപാട് നടക്കുമ്പോൾ പല ആളുകളും പല സെക്ഷനായിട്ടാണ് വർക്ക് എടുക്കുന്നത് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും വളരെയധികം കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. തെലുങ്കു ആണ് ഇവിടെ ലാംഗ്വേജ് എങ്കിലും ഹിന്ദി അറിയാവുന്ന ഒരാളെ കിട്ടിയപ്പോൾ അതിൽ നിന്നുമാണ് നമ്മൾ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. ഈ കാണുന്ന 3 പേർക്കും ഹിന്ദി കാര്യങ്ങളും അറിയില്ല, തെലുങ്ക് മാത്രമേ അറിയുള്ളൂ. തെലുങ്ക് രാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്ക് അറിയില്ല എന്നുള്ളതാണ്. എല്ലാവരോടും നമ്മളത് പറയുകയാണ് പതിവ്. അപ്പോൾ അവർക്കും ഒരു നിഷ്കളങ്ക ഭാവത്തിലുള്ള ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കും കാണാൻ സാധിക്കാറ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു എൻഡ് ഭാഗത്തേക്ക് വന്നപ്പോൾ ഈ കയറിനെ വലിച്ചു കെട്ടുന്നതായിട്ട് കണ്ട് അതിന് വേണ്ടിയിട്ട് കപ്പി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു. അനന്തപൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു താലൂക്കാണ് ധർമ്മവരം. 25 കിലോമീറ്റർ ഡിഫറൻറ്റിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനൊരു സാരി സിറ്റി ഈ ഒരു ഏരിയയിലുണ്ട് എന്ന് നമ്മളിവിടെ വന്നപ്പോഴാണ് കാണാൻ സാധിച്ചത്. പലരും നമുക്ക് പറഞ്ഞു തരുന്നതൊന്നും ഇല്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവവും വ്യത്യസ്തമായിട്ടുള്ള രീതികളുമാണല്ലോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ കാണാറുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയാറ്. പക്ഷേ നമ്മൾ തേടി നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ കുറഞ്ഞ് ദൂരം സഞ്ചരിച്ചുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ മാക്സിമം കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ഏരിയയിൽ നിന്നും കവർ ചെയ്യുന്നുണ്ട്. വില്ലേജുകളൊക്കെ തന്നെ പല ആളുകളും ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടും കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. ഇവിടുത്തെ വില്ലേജുകളൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വില്ലേജ് എന്ന് പറയത്തക്ക വില്ലേജുകൾ ഇല്ല. കുറച്ച് വീടുകൾ ഒരു ഏരിയയിൽ ഉണ്ട് എങ്കിൽ പിന്നീട് നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഏരിയകളാണ് കാണാൻ സാധിക്കുക. പിന്നീട് അടുത്തൊരു കുറഞ്ഞ വീടുകൾ കാണാൻ സാധിക്കും. നമ്മളങ്ങനെ ഇവരുടെ സാരി ഉണ്ടാക്കുന്ന ഈ ഒരു രൂപം ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. ഇവർ അതിൽ നിന്നും പല രീതിയിലുള്ള സാധനങ്ങളും വേർതിരിക്കുന്നുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അവർക്കതൊക്കെ നിർമ്മിത രീതിയിൽ കണ്ട് മനസ്സിലാക്കി മാറ്റാൻ സാധിക്കുന്നത്. ഞാനതിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടാണ് ഇവർ ഈ ഒരു കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധർമ്മവരത്ത് നിന്നും അനന്തപൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക. ഈ മതിലിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ വീടുകളും കടകളുമായിട്ടുള്ള ഒരു ടൗണിൻ്റെ തുടക്കാവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദൂരം വന്ന ഫസ്റ്റ് നാളിൽ തന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളും അനുഭവങ്ങളും തന്നെയായിരുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ വളരെ നിഷ്കളങ്കമായ സ്വഭാവത്തിലാണ് ഡീലിങ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്.